നീ എൻ സ്വന്തം ഭാഗം 109. ഒരു സീനിയർമാരെയും നമ്മുടെ ഈ ഡിസൈനിൽ ഗ്രൂപ്പിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. എല്ലാവരും പുതിയ ആളുകൾ, ഫാഷൻ ഡിസൈനിങ് പഠിച്ചിറങ്ങിയ പുതിയ കുട്ടികൾ. അവരുടെ ചിന്താഗതി മതി നമുക്ക്. അവരുടെ കഴിവും അവരുടെ ചിന്താഗതിയും അവരുടെ കഠിന പ്രയത്നവും മതി നമുക്ക്. പഴയ ചിന്തകളോ പഴയ ഡിസൈനുകളോ പഴയ ആളുകളോ ഒന്നും നമുക്ക് വേണ്ട. എല്ലാം ന്യൂജൻ, പുതിയ തലമുറയുടെ പുതിയ ചിന്തകൾ, പുതിയ കഴിവുകൾ, ഏറ്റവും പുതിയ ഡിസൈൻസ്. ഇതെല്ലാം ആയിരിക്കണം യുവ ട്രെൻഡ്സിൻ്റെ ഹൈലൈറ്റ്. ഇതെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ നിനക്ക് സാധിക്കും. യുവ ഡിസൈൻസിൻ്റെ ഹെഡായ ദക്ഷിണയ്ക്ക് സാധിക്കും, സഞ്ജീവ് പറഞ്ഞു. അത്രയും ആത്മവിശ്വാസത്തോടെ പറയുന്ന തന്നെ ഒരു വലിയ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്ന സഞ്ജീവിനോട് അവൾക്ക് വല്ലാത്ത ബഹുമാനമാണ് തോന്നിയത്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് അഥർവ് ഉറപ്പിച്ച് പറഞ്ഞതും ദക്ഷ അഥർവിനെ നോക്കി. പറ്റും ചേച്ചി, നമുക്ക് പറ്റും. നമുക്ക് പറ്റാത്തതായിട്ട് ഒന്നും ഈ ലോകത്തില്ല. നമ്മളൊന്ന് ശ്രമിച്ചാൽ മതി, അവൻ പറഞ്ഞു. ദക്ഷ സഞ്ജീവിനെ ഒന്ന് നോക്കി. അത്രയും ആത്മവിശ്വാസത്തോടു കൂടി തൻ്റെ മറുപടിക്ക് കാതോർത്ത് നിൽക്കുന്ന സഞ്ജീവിനെ കണ്ടതും അവളൊന്ന് ചെറുതായി പുഞ്ചിരിച്ചു. സമ്മതിച്ചു, ഞാൻ ചെയ്യാം, അവൾ പറഞ്ഞു. അവിടെ നിന്നും സഞ്ജീവ് അവരെ കൊണ്ടുപോയത് എറണാകുളത്തുള്ള അവൻ്റെ ഫ്ലാറ്റിലേക്കായിരുന്നു. ആ ഫ്ലാറ്റിനടുത്ത് തന്നെയുള്ള ഫ്ലാറ്റായിരുന്നു ദക്ഷയ്ക്കായി അവൻ എടുത്തിരുന്നത്. അഥർവിനോട് സഞ്ജീവിൻ്റെ ഒപ്പം നിൽക്കാൻ സഞ്ജീവ് പറഞ്ഞു. അവരുടെ തൊട്ടടുത്തുള്ള ഫ്ലാറ്റ് തന്നെയായിരുന്നു ദക്ഷയ്ക്കുമായി എടുത്തു കൊടുത്തത്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ദക്ഷയും അതിന് സമ്മതിച്ചു. ശ്രീദേവ് റൂമിൽ തന്നെ അടച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി. അവൻ്റെ അവസ്ഥ മനസ്സിലായതുകൊണ്ട് ആ റൂമിൽ നിൽക്കാതെ വിശ്വവും മറ്റുള്ളവരും പുറത്തേക്ക് പോയി. അവരും ശ്രീദേവിൽ നിന്ന് കേട്ട് അറിഞ്ഞ കാര്യങ്ങളുടെ ഷോക്കിൽ തന്നെ ആയിരുന്നു. ഒരിക്കലും ദക്ഷയുടെ ആ അവസ്ഥയെക്കുറിച്ച് ഓർക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ എത്രമാത്രം വേദനിച്ചിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവുകയായിരുന്നു. അവരുടെ പ്രതിഷേധമായിരിക്കും ഇപ്പോഴുള്ള ഈ ഇറങ്ങിപ്പോക്ക് എന്ന് പോലും അവർക്ക് തോന്നി. ഒരിക്കലെങ്കിലും അവളോട് ഒന്ന് സംസാരിക്കാമായിരുന്നു എന്ന് അവർക്ക് തോന്നി. അവരുടെ അവസ്ഥ കണ്ട് അവരുടെ അടുത്തേക്ക് വന്ന ഭാനുവും ശ്രാവണിയും സാരംഗിയും കാര്യങ്ങൾ ചോദിച്ചു. പറയണോ വേണ്ടയോ എന്നുള്ള സംശയത്തിൽ വിശ്വം റോയിയെ നോക്കി. പിന്നെ റോയ് തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞതും 3 പേർക്കും സങ്കടം സഹിക്കാൻ പറ്റാതെ പൊട്ടിക്കരഞ്ഞുപോയി. തൻ്റെ കൂട്ടുകാരിയുടെ തങ്ങളുടെ കൂട്ടുകാരിയായി പ്രാണനായി കൊണ്ടു നടന്ന അവളെ ഒരു നിമിഷത്തെ ഒരു സംശയത്തിൻ്റെ പുറത്ത്, തെറ്റിദ്ധാരണയുടെ പുറത്ത് അവളെ കൈവിട്ട് കളഞ്ഞല്ലോ എന്നോർത്തപ്പോൾ അവർക്കും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവളിപ്പോൾ എവിടെയാണ് പോയിരിക്കുന്നത് എന്ന് അറിയാനുള്ള തത്രപ്പാടിലായിരുന്നു വിശ്വവും ശങ്കറും. അവർ നേരെ ചെന്നത് അഥർവിൻ്റെ വീട്ടിലേക്കാണ്. അഥർവ് ജോലി കിട്ടിപ്പോയി എന്ന് മാത്രമാണ് വീട്ടിൽ പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു ജോലിയാണെന്നും വിദേശത്ത് ചെയ്യുന്നത് പോലെ തന്നെ നല്ല സാലറി കിട്ടും എന്ന് മാത്രമാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. പിന്നീടുള്ള കാര്യങ്ങൾ അറിയിക്കാമെന്നാണ് അവൻ വീട്ടിൽ പറഞ്ഞത് എന്ന് പറഞ്ഞു. അത് കേട്ടതും നിരാശയോടെ തിരിച്ചു പോരുകയായിരുന്നു അവർ. എത്രയും പെട്ടെന്ന് ദക്ഷയെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് ആ സമയം അവർ ആലോചിച്ചു. പക്ഷേ എവിടെ? സഞ്ജീവ് പ്രഭാകർ എവിടെയാണ്? ആദ്യം കണ്ടെത്തണം. അവൻ്റെ താമസം എവിടെയാണെന്ന് അറിയണം. എന്തായാലും ഒരുപാട് ദൂരമൊന്നും അവനിൽ നിന്നും ഒരുപാട് അകറ്റിയൊന്നും സഞ്ജീവ് അവളെ നിർത്തില്ല എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് മോളെ ശ്രീകുട്ടി എന്ന് പറഞ്ഞ് ശ്രീകുട്ടിയുടെ അമ്മ അവളെ വിളിക്കുന്നുണ്ട്. അവൾ പതിയെ കണ്ണു തുറന്ന് നോക്കി. അമ്മയെ കണ്ടതും അവൾ ഒന്ന് പുഞ്ചിരിച്ചു. പതിയെ ബെഡിൽ നിന്നും അവൾ എഴുന്നേറ്റു. ഇപ്പോൾ മോൾക്ക് പ്രയാസം തോന്നുന്നുണ്ടോ എഴുന്നേൽക്കാനും മറ്റും? അവളുടെ അമ്മ ചോദിച്ചു. ഇല്ലമ്മ, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല, അവൾ പറഞ്ഞു. എന്നാ മോളെ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഭക്ഷണം തരാം. അമ്മേ, അച്ഛൻ വന്നോ? അവൾ ചോദിച്ചു. വന്നിരുന്നു, കൂടെ അവളും ഉണ്ടായിരുന്നു. നീ ഇറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വരാമെന്ന് പറഞ്ഞ് തിരിച്ചു പോയതാണ്. അല്പം ദേഷ്യത്തോടെ അമ്മ പറയുന്നത് കേട്ടതും അച്ഛൻ ഇപ്പോഴും അവരുടെ കൂടെ തന്നെയാണല്ലമ്മ. ഒരുപാട് ശ്രമിച്ചു അല്ലേ അമ്മ അച്ഛനെ തിരിച്ചു കൊണ്ടുവരാൻ? ഒരുപാട് ശ്രമിച്ചു മോളെ. പക്ഷേ മോൾക്ക് അപകടം പറ്റിയപ്പോഴെല്ലാം അവൾ അയാളുടെ കൂടെ താങ്ങായി നിൽക്കുകയായിരുന്നു. എന്തിനും ഏതിനും അയാളുടെ കൂടെ അവൾ ഉണ്ടായിരുന്നു. എനിക്ക് അതുകൊണ്ട് ഒട്ടും നിന്റെ അച്ഛനോട് സംസാരിക്കാനോ അടുത്ത് ഇടപഴകാനോ പറ്റിയില്ല, ശ്രീകുട്ടിയുടെ അമ്മ പറഞ്ഞു. സാരമില്ല അമ്മ, ഇപ്പോൾ നമ്മൾ വിചാരിച്ച മറ്റു കാര്യങ്ങളെല്ലാം സംഭവിച്ചുവല്ലോ. ദക്ഷിണ എപ്പോഴും സന്തോഷത്തിൻ്റെ പുറത്ത് ജീവിച്ചോളാണ്. അവൾക്ക് എന്നും സുഖസൗകര്യങ്ങളും എല്ലാ സന്തോഷങ്ങളും ദൈവം കൊടുത്തപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് മാറിയിരുന്ന
സങ്കടപ്പെടാനേ എനിക്ക് സാധിച്ചുള്ളൂ. എല്ലാവർക്കും അവളെ മതി. അവളുടെ സന്തോഷങ്ങൾ ചെറുപ്പം മുതലേ കണ്ടു വളർന്നതാണ് ഞാൻ. അപ്പോൾ ഇവിടെ അച്ഛനും അമ്മയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെയും ഒറ്റപ്പെട്ടും ഞാൻ കഴിഞ്ഞത് കഴിഞ്ഞു മോളെ. ഇപ്പോൾ അവളുടെ അവസ്ഥ മോൾക്കറിയാലോ. അതുകൊണ്ട് ഇനി അതൊന്നും ഓർക്കണ്ട, ശ്രീകുട്ടിയുടെ അമ്മ പറഞ്ഞു. ഓർക്കാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടണമെന്ന് ആഗ്രഹിച്ച 2 പേർ അവളുടെ കൂടെയുണ്ട്. ശ്രീദേവ്, പിന്നെ സഞ്ജീവ് പ്രഭാകർ. സഞ്ജീവിനെ എനിക്കും ഇഷ്ടമായിരുന്നു. ഒരിക്കൽ ഞാൻ അവളുടെ ഒപ്പം തറവാട്ടിൽ പോയപ്പോൾ ഈ സഞ്ജീവിനെ കണ്ടത്. അന്ന് മനസ്സിൽ കയറി കൂടിയതാണ്. പക്ഷെ ആരോടും ഒന്ന് ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാതെ നടക്കുന്ന ഒരു കലിപ്പ് സ്വഭാവം. എൻ്റെ ഇഷ്ടം ചെറിയ രീതിയിൽ ഞാൻ ഒന്ന് പറഞ്ഞു. അന്നെന്നെ നോക്കിയ ഒരു നോട്ടമുണ്ട്. ഇപ്പോഴതോർക്കുമ്പോൾ പേടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അരവിന്ദ് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു വരുന്നത്. ഒരുപാട് തവണ പിന്മാറാൻ നോക്കി. പക്ഷേ അവന് റെക്കമെൻഡേഷനുമായിട്ട് ദക്ഷയും. അത്രയ്ക്ക് ഇഷ്ടമായിട്ടാണ് എന്നെല്ലാം പറഞ്ഞ് അവളുടെ കുറേ ന്യായീകരണങ്ങൾ എല്ലാം സഹിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി സമ്മതിച്ചത്. പക്ഷേ അവൾക്ക് ശ്രീദേവ് എന്ന് പറയുന്ന ആ മഹാഭാഗ്യം അത് കൈവരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഹൈദരാബാദ് വെച്ച് ശ്രീദേവിനെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് ഇങ്ങനെ പാറി നടക്കുകയായിരുന്നു അമ്മ. എനിക്ക് അവനെ വേണമെന്ന് തോന്നി. പക്ഷേ അപ്പോഴും എല്ലാവരുടെയും മുന്നിൽ ഞാൻ അരവിന്ദ് സ്നേഹിക്കുന്ന പെണ്ണല്ലേ. ഇവിടെ നാട്ടിലെത്തിയപ്പോഴും ഞങ്ങളുടെ ഒപ്പം അവർ ഫോട്ടോ കൊച്ചിയിലും മറ്റു സ്ഥലങ്ങളിലും വന്നപ്പോഴും ഞാൻ ശ്രീദേവിനോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവിടെയെല്ലാം അരവിന്ദ് എനിക്ക് തടസ്സമായി വന്നു. അപ്പോഴാണ് ഞാൻ ശ്രീദേവ് ദക്ഷയെ ശ്രദ്ധിക്കുന്നത് കാണുന്നത്. എപ്പോഴും ശ്രീദേവ് അവളെ ശ്രദ്ധിക്കുന്നതായിട്ട് തോന്നിത്തുടങ്ങിയപ്പോഴാണ് ഞാനും ശ്രദ്ധിച്ചു തുടങ്ങിയത്. അതിൽ നിന്നും എനിക്ക് മനസ്സിലായി അവൻ്റെ നോട്ടം അവളിൽ തന്നെയാണെന്ന്. പിന്നെ ഞാൻ നിരീക്ഷിക്കാൻ തുടങ്ങി. പലപ്പോഴും അന്നാണ് അവൾ രാത്രി എഴുന്നേറ്റ് ആ പനി പിടിച്ചിരുന്ന സമയത്തും പുറത്തേക്ക് പോകുന്നത്. അതിന് കൂട്ടായിട്ട് ബാനുവും. പിന്നീട് അവരെ 2 പേരുടെയും സംസാരം ശ്രദ്ധിച്ചപ്പോഴാണ് തൻ്റെ പ്രണയം ശ്രീദേവ് ദക്ഷയോട് തുറന്ന് പറഞ്ഞ കാര്യം അറിയുന്നത്. അന്ന് ഞാൻ കരഞ്ഞ കരച്ചിലുണ്ട്. ആരും കാണാതെ കേൾക്കാതെ ബാത്റൂമിൽ എൻ്റെ കരച്ചിൽ ആ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയി. പിന്നീട് പലപ്പോഴും അവരുടെ പ്രണയം ഞാൻ കണ്ടു. തറവാട്ടിലേക്ക് അവളെ കൈ പിടിച്ചുകൊണ്ട് ശ്രീദേവ് കയറുന്നത് ഞാൻ കണ്ടു. അവിടെ നിന്നും 2 പേരും പല സ്ഥലങ്ങളിലും ഞങ്ങൾ അറിയാതെ പോയി. അങ്ങനെ പോയി അന്വേഷിച്ചപ്പോഴാണ് അവൻ അവളെ സ്വന്തമാക്കിയതിൻ്റെ തെളിവ് ഞാൻ കാണുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും അവളിൽ നിന്നും അവനെ പിടിച്ചെടുക്കണം എന്ന് ആലോചിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് സഞ്ജീവ് പ്രഭാകർ കടന്നു വരുന്നത്. പക്ഷേ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് എൻ്റെ മുന്നിൽ വെച്ച് അയാൾ പറഞ്ഞത്. അപ്പോൾ എനിക്ക് എൻ്റെ തല പൊട്ടിപ്പോകുന്നത് പോലെ അമ്മയെ തോന്നിയത്. അവൾ പറഞ്ഞുകൊണ്ട് അവളുടെ അമ്മയുടെ കയ്യിൽ പിടിച്ചു. എൻ്റെ അമ്മ അനുഭവിച്ച വേദന എന്താണെന്ന് അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ സ്നേഹിച്ച 2 പേരെയും അവൾ തന്നെ തട്ടിയെടുത്തു. അവളെ അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? കൊല്ലാനാണ് ആദ്യം തോന്നിയത്. എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ആരോടെങ്കിലും തുറന്ന് പറയണമെന്ന് തോന്നി. പറഞ്ഞില്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് പോകും എൻ്റെ തലയെന്ന് തോന്നിയത് കൊണ്ടാണ് അമ്മയോട് ഞാൻ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞത്. പക്ഷേ അമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ എനിക്ക് തോന്നിയത്. പിന്നീട് അത് വർക്കൗട്ട് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. അങ്ങനെയാണ് ദക്ഷ സഞ്ജീവിൻ്റെ റൂമിലേക്ക് പോകുന്നത് കാണുന്നത്. ദക്ഷ മാത്രമല്ല, അവൾക്ക് കൂട്ട് ആ പെണ്ണും ശരണ്യ. എന്തിനും ഏതിനും ദക്ഷ ദക്ഷ ദക്ഷ. ഒരുപാട് തവണ അവളുമായിട്ട് ആ ശരണ്യയോട് കൂട്ടുകൂടാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ അവൾക്ക് അപ്പോഴും ദക്ഷയോടായിരുന്നു കാര്യം. അതുകൊണ്ടാണ് അവൾ എവിടെ പോയാലും വാല് പോയാലേ അവളുണ്ടാകും. ഏട്ടനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു അനിയത്തി. അവൻ ദക്ഷയെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കിയെന്നറിഞ്ഞപ്പോൾ ഇനിയും വൈകിയ വീണ്ടും അവർ അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് കാത്തിരിക്കാൻ സമയം കൊടുക്കാതെ അങ്ങനൊരു സീൻ ക്രിയേറ്റ് ചെയ്തത്. മനഃപൂർവ്വം തന്നെയാണ് 2 പേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിപ്പിച്ചത്. പക്ഷേ അവൾക്ക് സംശയം തോന്നി. അവൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ ശ്രീദേവിനോട് ചേർന്ന് നിൽക്കുന്നത് കണ്ട് അവളെന്നെ പിടിച്ച് മാറ്റാനാണ് ശ്രമിച്ചത്. പക്ഷേ മനഃപൂർവ്വമാണ് ഞാൻ അവിടെ നിന്ന് താഴെ കുരുണ്ട് വീണത്.
അവൾ പറഞ്ഞത് കേട്ടതും ശ്രീകുട്ടിയുടെ അമ്മ അവളുടെ കയ്യിൽ പിടിച്ചു. മോളെ, നിനക്ക് എന്തെങ്കിലും അപകടം പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞതല്ലേ? അവർ ചോദിച്ചു. പക്ഷേ അമ്മ, മരിക്കില്ല എന്നുള്ള ഉറപ്പിന്മേൽ തന്നെയാണ് ആ കളി ഞാൻ കളിച്ചത്. പിന്നെ ഹോസ്പിറ്റലിൽ വന്ന് അമ്മയെ കണ്ടപ്പോഴാണ് ഒരാശ്വാസം തോന്നിയത്. പിന്നെ അമ്മയുടെ ഫ്രണ്ടാണ് ഇവിടുത്തെ ഡോക്ടർ എന്ന് അമ്മ പറഞ്ഞപ്പോഴാണ് ഡോക്ടറോട് കോമയിലാണെന്നും മറ്റും പറയാൻ പറഞ്ഞത്. എന്തായാലും ഡോക്ടറായ അച്ഛൻ പോലും അത് വിശ്വസിച്ചില്ലേ? ഇനിയിപ്പോൾ വേറെ ഒന്നും നോക്കാനില്ല. 2 പേരെയും 2 പാത്രമാക്കിയിട്ടുണ്ട്. ഇനി എനിക്ക് ശ്രീദേവിൻ്റെ ജീവിതത്തിൽ കയറണം. അതിനെനിക്ക് സിമ്പതി പിടിച്ച് പറ്റണം. അതിനാദ്യം വേണ്ടത് എൻ്റെ ബാക്കിയുള്ള കൂട്ടുകാരികളെ ഇവിടെ വരണം, എന്നെ കാണണം. എൻ്റെ അവസ്ഥ അറിഞ്ഞ് ഇപ്പോൾ പതിയെ പതിയെ റിക്കവറായി വന്നു എന്ന് അവരറിയണം. ഈ ചുറ്റുപാടിൽ നിന്നും എനിക്ക് മാറി നിന്നാൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുമെന്ന് അമ്മ പറയണം. അപ്പോൾ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്നത് ശ്രീദേവിൻ്റെ തറവാടാണ് എന്ന് പറഞ്ഞ് എനിക്ക് തിരിച്ച് ശ്രീദേവിൻ്റെ തറവാട്ടിലേക്ക് പോകണം. അവിടെ അവളുണ്ടാകും. പക്ഷേ അവളെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് വൈകാതെ പുറത്താക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. അതിന് പക്ഷേ എനിക്ക് അമ്മയുടെ സഹായം വേണം. അതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ടി വന്ന അമ്മയും കൂടെ വേണം. ശരണ്യ പറഞ്ഞു. ഞാനുണ്ടാകും, എന്തിനും. ശ്രീദേവി എന്ന് പറയുന്ന നടൻ എൻ്റെ മകളുടെ ഭർത്താവാണെന്ന് പറയുന്നത് എനിക്ക് അഭിമാനം തന്നെയാണ്, ശ്രീകുട്ടിയുടെ അമ്മ പറഞ്ഞു. എന്നാ അമ്മ, ആദ്യം ഭാനുവിനെ വിളിക്ക്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് പറയും. ഇനി എനിക്ക് വേണ്ടി കാര്യങ്ങൾ സംസാരിക്കാൻ ആരോടും മുഖത്ത് നോക്കി എന്തും പറയുന്ന അവളായിരിക്കണം വേണ്ടത്. അവളെ ആയിരിക്കണം ഇനി നമ്മുടെ മുന്നിൽ നിർത്തേണ്ടത്, ശ്രീകുട്ടി പറഞ്ഞു. അത് കേട്ട് അവളുടെ അമ്മ ചെറിയൊരു പുഞ്ചിരിയോടെ ഫോൺ എടുത്ത് ഭാനുവിനെ വിളിച്ചു. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ശ്രീദേവിൻ്റെ തറവാട്ടിൽ വിശ്വം പറഞ്ഞത് കേട്ട് തളർന്ന് ഇരുന്നവൾ ശ്രീകുട്ടിയുടെ അമ്മയുടെ ഫോൺ കണ്ടതും വേഗം ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. ആ പറ ആൻറ്റി, ഭാനു പറഞ്ഞതും. മോളെ, ശ്രീകുട്ടിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. മോളുടെ കൈയൊക്കെ അനങ്ങി തുടങ്ങി. അവൾക്കിപ്പോൾ 2 കൈയും നന്നായിട്ട് അനക്കാൻ പറ്റുന്നുണ്ട് എന്നെല്ലാം വളരെ സന്തോഷത്തോടു കൂടി പറയുന്നത് കേട്ടതും ഭാനു ഫോൺ ചെവിയിലേക്ക് വെച്ചുകൊണ്ട് തന്നെ കൂട്ടുകാരികളെ നോക്കി. അവർ നോക്കുന്നത് കണ്ടതും ഭാനു ഫോൺ സ്പീക്കറിലിട്ടു. അതെയോ, എന്നിട്ടിപ്പോൾ എവിടെയാണ്? ഹോസ്പിറ്റലാണോ? ഭാനു ചോദിച്ചു. ഇല്ല മോളെ, വീട്ടിലാണ്. ഡോക്ടർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. ഇനി അവൾക്ക് അവളുടെ മനസ്സും കൂടി ഒന്ന് തയ്യാറാകുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവൾക്ക് നടക്കാൻ പറ്റുമെന്നാണ് ഡോക്ടർ പറയുന്നത്. അതിനിപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ഭാനു ചോദിച്ചു. അത് മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയാലോ എന്ന് ആലോചിക്കായിരുന്നു. അവൾക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അവൾ സംസാരിക്കുകയാണെങ്കിൽ ചോദിക്കായിരുന്നു. ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നും മാറി നിന്നാൽ നല്ലതായിരിക്കും എന്നാണ് ഡോക്ടർ പറയുന്നത്, ശ്രീകുട്ടിയുടെ അമ്മ പറഞ്ഞു. ആൻറ്റി എവിടെയാണ് ഉദ്ദേശിക്കുന്നത്? അവൾ സംസാരിക്കുകയായിരുന്നെങ്കിൽ അവളോട് ചോദിക്കായിരുന്നു, ഭാനു പറഞ്ഞു. മോളെ, ഞാൻ അവളോട് ഡോക്ടർ പറഞ്ഞ പ്രകാരം വീട്ടിൽ വന്നാൽ പിന്നെ എപ്പോഴും ഇങ്ങനെ സംസാരിക്കും. ഓരോ നിങ്ങളുടെ കോളേജിലെയും സ്കൂൾ കാലഘട്ടത്തിലെയും എല്ലാം ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ അവളുടെ കണ്ണുകളിലെ തിളക്കവും ഇടയ്ക്ക് കണ്ണുകൾ നിറയുന്നതും എല്ലാം ഞാൻ കാണാറുണ്ട്. അത് നല്ലൊരു സിംറ്റംസാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ശ്രീദേവിൻ്റെ തറവാട്ടിലെ കാര്യങ്ങൾ പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ വളരെയധികം വേഗത്തിൽ അനങ്ങുന്നതും അവളുടെ കണ്ണുകളിലെ തിളക്കവും ചുണ്ടിൽ മിന്നിമായുന്ന പുഞ്ചിരിയും കണ്ടു. അത് ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ അവൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അവിടെയായിരിക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവിടെ കുറച്ച് ദിവസം അവിടെ കൊണ്ടുവന്ന് നോക്കിയാലോ എന്ന് ഡോക്ടർ എന്നോട് അഭിപ്രായം പറഞ്ഞു. എനിക്കും നല്ലതാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ പെട്ടെന്ന് അവൾക്കൊരു റിക്കവറി സാധിക്കും. അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ അതുകൊണ്ടാണ് മോളെ അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്നാലോചിക്കുന്നത്. നിങ്ങൾ ശ്രീദേവ് അവിടെയുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചിട്ട് പറയാമോ? ശ്രീകുട്ടിയുടെ അമ്മ ചോദിച്ചു. ഇതെല്ലാം കേട്ട് ശ്രീകുട്ടി അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്, വല്ലാത്ത ഒരു പുഞ്ചിരിയോടെ. ചിലപ്പോൾ പെട്ടെന്ന് അവൾക്ക് നല്ലൊരു മാറ്റം സംഭവിക്കും. ഈ ടൗണിൽ നിന്നൊക്കെ മാറിയുള്ള സ്ഥലമാണെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞപ്പോൾ കേട്ടിട്ട് എനിക്കുള്ള ഓർമ്മ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ വന്ന് കണ്ടിട്ടില്ലല്ലോ, ശ്രീകുട്ടിയുടെ അമ്മ പറഞ്ഞു. ഞാൻ ശ്രീദേവ് സാറിനോട് സംസാരിച്ചിട്ട് പറയാം, ഭാനു പറഞ്ഞു. പിന്നെ മോളെ, ദക്ഷമോളവിടെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ മോൾക്ക്?
അവളോട് നിങ്ങൾ പിണങ്ങിയൊന്നും ഇരിക്കേണ്ട. അവൾക്ക് ദക്ഷമോൾക്കേ ഒരു അബദ്ധം പറ്റിയതല്ലേ, അത് നിങ്ങൾ കാര്യമാക്കണ്ട. അവളോട് പിണങ്ങല്ലേ, അവൾക്ക് സങ്കടമാവും. ശ്രീകുട്ടി ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് വല്ലാത്ത ദേഷ്യമാവും. ഞാൻ പറഞ്ഞിട്ടില്ല, ഇടയ്ക്ക് എന്നോട് സംസാരിക്കാൻ ഇങ്ങനെ ശ്രമിക്കും. അവളുടെ ചുണ്ടനങ്ങുമ്പോൾ അത് ദക്ഷയുടെ പേരാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാനപ്പോൾ മോള് പഠിക്കാൻ പോയിരിക്കാന്നൊക്കെ പറഞ്ഞ് വിഷയം മാറ്റാണേ. അപ്പോൾ മോളും കൂടി അവിടെ ഉണ്ടെങ്കിൽ ശ്രീകുട്ടിക്ക് പെട്ടെന്ന് റിക്കവർ ആവും എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീകുട്ടിയുടെ അമ്മ പറഞ്ഞു. ആൻറ്റി, ഞാൻ ചോദിച്ചിട്ട് പറയാം. ആദ്യം ശ്രീദേവ് സാറിനോട് ചോദിക്കട്ടെ. അങ്ങോട്ടിപ്പോൾ വന്നാൽ ശരിയാവുമെന്ന് ആദ്യം അറിയണമല്ലോ. എന്നിട്ട് ഞാൻ പറയാം. എന്നാൽ ശരി, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഭാനു ഫോൺ കട്ട് ചെയ്തു. എന്താ അമ്മ, അവരുടെ സംസാരത്തിൽ അമ്മയ്ക്ക് എന്തെങ്കിലും തോന്നിയോ? ശ്രീകുട്ടി ചോദിച്ചതും എന്തോ ഉണ്ട് എന്നൊരു തോന്നൽ. നമ്മളോട് പറയാതെ മറച്ചു വയ്ക്കുന്നതാണോ എന്നൊരു സംശയം ശ്രീകുട്ടിയുടെ അമ്മ പറഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കമൻറ്റൊക്കെ കുറഞ്ഞു വരാനേ, അപ്പോൾ അഭിപ്രായങ്ങൾ പോന്നോട്ടെ. ലൈക്കും കമൻറ്റും ലൈക്കും ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.